ഇതാണ് നാരായണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ട കാഞ്ഞിരമരം. ഇതാണ് നാരായണത്ത് ഭ്രാന്തനെ കെട്ടിയിട്ട ചങ്ങല. ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി മരം വലുതായപ്പം. ഇപ്പം ഇത്ര ഭാഗ്യം കാണാനുള്ളൂ. കൊറോണ ആയാലും വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. ശിവനും വനദുർഗയും സുബ്രഹ്മണ്യനുമാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠകൾ. ഇതാണ് കാൽപാദം. കാലിന് അസുഖമുള്ളവർ കാച്ചിയ പപ്പടം ഇതിൻ്റെ മുകളിൽ വെച്ച് കയറി നിന്നാൽ അസുഖം മാറുമെന്നാണ് വിശ്വാസം. നാരായണത്ത് ഭ്രാന്തൻ ദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി തപസ്സിരുന്ന പീഠമാണിത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നാരായണത്ത് ഭ്രാന്തൻ സ്വന്തം കൈകൾ കൊണ്ട് മാന്തി ഉണ്ടാക്കിയ 3 ഗുഹകളാണ്. കൈവിരലിൻ്റെ അടയാളങ്ങൾ, 5 വിരലിൻ്റെ മാന്തിയ അടയാളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാന്തിയ അടയാളങ്ങൾ. ഇനിയും ഗുഹകളൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു നാരായണത്ത് ഭ്രാന്തൻ. അതുകൊണ്ട് തന്നെ ബുദ്ധിയും അമാനുഷിക ശക്തിയും ഉണ്ടായിരുന്നു. അത് ശിവൻ അത്ര രസിച്ചില്ല. ശിവന്റെ ഭൂതഗണങ്ങളെ കൊണ്ട് കോഴി കൂവുന്ന ശബ്ദമുണ്ടാക്കിച്ചു. നേരം വെളുത്തെന്ന് കരുതി നാരായണത്ത് ഭ്രാന്തൻ നിർത്തിവെച്ചു.